അണ്ണാ DMKയിൽ നടപടി. മുതിർന്ന നേതാവ് KA സെങ്കോട്ടയ്യനെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടേതാണ് നടപടി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. റഹീസ്, ഈ പളനിസ്വാമിക്കെതിരായ വിമർശനങ്ങൾ, ഒപ്പം തന്നെ പാർട്ടി വിട്ട പ്രധാന നേതാക്കളെ തിരികെ എത്തിക്കണമെന്ന ആവശ്യം, ഇതൊക്കെയല്ലേ ഈ നടപടിയിലേക്ക് നയിച്ചത്? ഇന്നലെ ഒരു 10 ദിവസത്തെ ഒരു സമയമാണ് ഇത്തരത്തിൽ സെങ്കോട്ടയ്യൻ എടപ്പാടി പളനിസ്വാമിക്ക് നൽകിയത്. അതൊരു അന്ത്യശാസനം പോലെ 10 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം, മുതിർന്ന നേതാക്കളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ബാക്കി തങ്ങൾ തീരുമാനിക്കുമെന്ന് അടക്കം അദ്ദേഹം പറയുകയുണ്ടായത്. മാത്രമല്ല, അതിരൂക്ഷ വിമർശനമാണ് എടപ്പാടി പളനിസ്വാമിക്കെതിരെ സെങ്കോട്ടയ്യൻ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് സ്വന്തം കാര്യമാണ് വലുത്. ജയലളിതയും MGRും ഒന്നും അത്തരത്തിലല്ല പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവർ വ്യക്തിപരമായ വിട്ടുവീഴ്ചകൾ ചെയ്താണ് പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അത്തരത്തിലാകണം നേതാക്കൾ, അല്ലാതെ ഏതെങ്കിലും സ്വന്തം നേട്ടം നോക്കി മാത്രം മുന്നോട്ട് പോയാൽ പാർട്ടിയെ നയിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതിന് പിന്നാലെ ആണ് ഇത്തരത്തിലൊരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. KA സെങ്കോട്ടയ്യനെ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും നീക്കം ചെയ്തതായി AIADMKയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു. എടപ്പാടി പളനിസ്വാമി അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി എടപ്പാടി പളനിസ്വാമി പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളുമൊക്കെയായി ചർച്ച നടത്തിയിരുന്നു. നമ്മളപ്പോൾ ആ ചർച്ചയെ പറ്റി കരുതിയത് എത്തരത്തിലെങ്കിലും ഈ മുതിർന്ന നേതാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തി, മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനായിരുന്നു. പക്ഷേ അത്തരത്തിലല്ല. അത് സെങ്കോട്ടയ്യനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പല പ്രധാന നേതാക്കളും യുവ നേതാക്കളും ഒക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർക്കുമൊക്കെയും പാർട്ടിയിൽ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. AIADMK വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. എടപ്പാടി പളനിസ്വാമി ഒരു വശത്ത് അദ്ദേഹത്തിന്റെ തമിഴ്നാട് യാത്ര നടത്തുകയാണ്, സംസ്ഥാന പര്യടനം നടത്തുമ്പോൾ ഇന്നലെ പാർട്ടി പ്രവർത്തകരടക്കം അദ്ദേഹത്തിനെ വഴിയിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു നേട്ടം കൊയ്തു വരാൻ ശ്രമിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രണ്ടാമത്, മുന്നണിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്ക്. TTV ദിനകരൻ പോകുന്നു, OPS പോകുന്നു. ഇന്ന് TTV ദിനകരൻ അല്പസമയത്തിനുള്ളിൽ മുൻപ് പറഞ്ഞത് ഇത്തരത്തിൽ എടപ്പാടി പളനിസ്വാമിയെ ഒരു തരത്തിലും തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നണിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒക്കെ വലിയ പ്രതിസന്ധിയിലാകുമ്പോഴും EPS വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം സെങ്കോട്ടയ്യനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. സെങ്കോട്ടയ്യൻ MGRന്റെയും ജയലളിതയുടെയും ഒക്കെ കാലത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെയൊക്കെ മന്ത്രിസഭയിലെ മന്ത്രിപദങ്ങളിലെ ഫസ്റ്റ് ചോയ്സുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവിനെതിരെ നടപടിയെടുത്തു പോകുമ്പോൾ പാർട്ടിയെ മുഴുവനായി EPS വിഴുങ്ങുകയാണ്. EPSന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമാണ് പാർട്ടി മുന്നോട്ട് ചലിക്കുന്നത്. സെങ്കോട്ടയ്യനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് AIADMK. വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.